ഹായ് സുഹൃത്തുക്കളെ, ഇത് ഒരു താമരയുടെ വിത്താണ് കേട്ടോ, 3 അപ്പോൾ എന്ത് കളറാണെന്നൊന്നും നമുക്കറിയില്ല. ഇത് മുളപ്പിക്കുന്ന രീതിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മാസങ്ങളോളം വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കിടക്കും. ഈ സാധനം മുളക്കില്ല. ഇത് മുളക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് 2 വശമുണ്ട്. ഈ വിത്തിന് ഒന്നിങ്ങനെ ഒരു കൂർത്ത വശമുണ്ട്, പിന്നെ ഒന്ന് ഇതേപോലെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഒരു വശമുണ്ട്. നമുക്കപ്പോൾ ഈ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഈ വശം ഒന്ന് ഉരച്ചു കൊടുക്കണം. ഉള്ളിലേക്ക് ഇരിക്കുന്ന വശമാണ് ഈ 3. അതിൻ്റെ ബാക്ക് ഭാഗം കൂർത്തതായിരിക്കും. കൂർത്ത ഭാഗമല്ല കേട്ടോ നമുക്ക് ഉരക്കേണ്ടത്. ഈ ഉള്ളിലേക്ക് പോയിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ഒരു ഉരപ്പേപ്പർ ഇട്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് തറയിലിട്ടോ നമുക്കിത് ഉരച്ച് ഇതിൻ്റെ പരിപ്പ് കാണുന്നവരെ നമുക്കിതൊന്ന് ഉരക്കാവുന്നതാണ്. ഞാനത് ഉരച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപ്പ് കാണുന്നവരെ നമ്മൾ ഉരച്ചിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ ഒരു പരിപ്പ് കണ്ടില്ലേ, നമ്മളുടെ ഉര കറക്റ്റായിട്ടുണ്ട്. ഈ പരിപ്പിന് ഡാമേജ് പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഉരക്കാനായിട്ട്. നമ്മ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഇത് മുള വരും. അപ്പം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ആ 3 നമ്മത് ഉരച്ചിട്ടുണ്ട്. ആ 3 നമ്മൾ ഇതിനകത്ത് വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു ബൗളിലിട്ടിട്ടുണ്ട്. അപ്പോൾ സീഡ് നമ്മൾ 3 ഇട്ടത് താഴോട്ട് പോയിട്ടുണ്ട്. താഴോട്ട് പോയത് ഏകദേശം നല്ല സീഡാണ് നമ്മൾ ഇട്ടത്. അത് പൊന്തിക്കിടക്കുകയാണെങ്കിൽ ആ സീഡ് മോശം സീഡായിട്ടാണ് കണക്ക് കൂട്ടുക. ഇതിപ്പോൾ ഏകദേശം 3 താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. 4ാമത്തെ ദിവസം 2 ഫുള്ളായിട്ട് മുള വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് മുള ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.